ഡോക്ടർ എന്ത് പറഞ്ഞു? ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് അങ്കിൾ. എന്തായിരുന്നു മോളെ? പപ്പയെ ഹോസ്പിറ്റലൈസ് ചെയ്യുന്നതിനിടയിൽ എനിക്കൊന്ന് ചോദിക്കാനും അറിയാനും പറ്റിയില്ല. എന്തായാലും പപ്പയെ തകർത്തു കളഞ്ഞൊരു ന്യൂസ് ആയിരുന്നു അത്. ശക്തി, രാത്രിയിൽ നായർ ഫോൺ ചെയ്തിരുന്നു. പാതിയെ എനിക്ക് വ്യക്തമായി കേൾക്കാൻ പറ്റിയുള്ളൂ. ആരോ പുള്ളിക്കാരനെ ചീറ്റ് ചെയ്തു, എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. എന്തായിരുന്നു പ്രശ്നം? ഇന്നലെ നായർ സാറിന് 2 ഇമെയിൽ മെസ്സേജസ് വന്നു. ഇപ്പോഴും ഞാനത് ഫോൾസ് ന്യൂസ് ആണെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ കമ്പനി ലോഞ്ച് ചെയ്ത പുതിയ ബ്രാൻഡ് നെയിമും ലോഗോയും എക്സിബിറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രോഡക്റ്റ് ഇന്നലെ വിപണിയിൽ ഇറങ്ങി. നമ്മുടെ കമ്പനിയിൽ നിന്നും ഒരു മുട്ടുസൂചി പോലും മാർക്കറ്റിംഗിനായിട്ട് ഡെലിവറി ചെയ്തിട്ടില്ല. ഒട്ടുമുക്കാൽ കൺട്രികളിലെയും തുറമുഖങ്ങളിൽ നമ്മുടേതെന്ന് തോന്നിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആരോ ഡെലിവറി ചെയ്തു. വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ്? പാർവണ ഗ്രൂപ്പിന്റെ പുതിയ ലോഗോ അനുവിന്റെ പേരിലല്ലേ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്? പിന്നെ അത് ആർക്ക് ഉപയോഗിക്കാൻ കഴിയും? ഇംപോസിബിൾ. മണലാരണ്യത്തിൽ പൊന്നു വിളയിച്ചവരുടെ കൂട്ടത്തിൽ മലയാളിക്കുള്ള സ്ഥാനം നിഷേധിക്കാൻ കഴിയാത്തതാണ്. എന്നാൽ ചതിയുടെ മണൽക്കാറ്റ് ചുഴറ്റിയടിച്ചവരുടെ കഥകളും നിരവധി. അക്കൂട്ടത്തിൽപ്പെടുന്ന മിസ് അനുപമ ഗോപാലകൃഷ്ണൻ നായരാണ് ഇന്ന് നമ്മുടെ അതിഥി. നിങ്ങളുടെ കമ്പനിയുടെ ലോഗോയും ബ്രാൻഡ് നെയിമും മറ്റാരോ ഉപയോഗിച്ചിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഇഷ്യൂ. എങ്ങനെ നോക്കിക്കാണുന്നു ഈ വിഷയത്തെ? ഐ എം ടോട്ടലി ബ്ലാങ്ക് ഇൻ ദിസ് കേസ്. 25 വർഷത്തെ അധ്വാനം കൊണ്ട് എൻ്റെ അച്ഛൻ പടുത്തുയർത്തിയ ഗുഡ്വിൽ, സമ്പാദ്യം എല്ലാം ഒറ്റ ദിവസം കൊണ്ടാണ് തകർന്നു പോയത്. വളർച്ചയുടെ 25ാം വർഷത്തിൽ പുതിയ രൂപത്തിലും പുതിയ ഭാവത്തിലും പാർവണയുടെ പ്രോഡക്റ്റുകൾ ഇറങ്ങണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. പുതിയ ബ്രാൻഡിൽ പുതിയ ലോഗോയിൽ ഞങ്ങളുടെ കമ്പനി പ്രോഡക്റ്റുകൾ മാർക്കറ്റിൽ ഇറക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരുന്ന ഡേറ്റ് അത് വരുന്നതേയുള്ളൂ. അതിനു മുൻപാണ് ഇത്തരമൊരു ചതി നടന്നിരിക്കുന്നത്. ഇത് കാരണം ഞങ്ങൾക്കുണ്ടാവുന്ന ലോസ് അത് ആർക്കും ഊഹിക്കാവുന്നതിലും അപ്പുറമാണ്. പുതിയ ബ്രാൻഡിൽ പാർവണയുടെ പ്രോഡക്റ്റുകൾ ഇറക്കാൻ കോടികളാണ് ഞങ്ങൾ ചെലവാക്കിയിരിക്കുന്നത്. സമ്പാദ്യത്തിന്റെ മുഴുവനും, പിന്നെ കടമെടുത്ത തുക വേറെയും. നഷ്ടങ്ങൾ വലുതാണ്, വളരെ വളരെ വലുത്. പക്ഷെ ഇങ്ങനെ ഒരു തിരിമറി, അതും നിങ്ങൾ രജിസ്റ്റർ ചെയ്ത ലോഗോയും ബ്രാൻഡും മറ്റൊരാൾ ഉപയോഗിക്കുന്നു എന്ന തരത്തിൽ. അനുപമ, ഇത് ഇന്ത്യയല്ല, മിഡിൽ ഈസ്റ്റ് ആണ്. നിയമപരമല്ലാത്ത എന്തെങ്കിലും കാര്യം ഇക്കാര്യത്തിൽ നടക്കും എന്ന് കരുതുന്നുണ്ടോ? അറിയില്ല, എന്താണ് നടന്നിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. നിങ്ങൾ പരാതി കൊടുത്തില്ലേ? കൊടുത്തിട്ടുണ്ട്. രജിസ്ട്രാർ ഓഫ് ട്രേഡ് മാർക്കിൽ നാളെ ഞങ്ങളുടെ കംപ്ലൈന്റ് പരിഗണിക്കുന്നുണ്ട്. രജിസ്ട്രാർ ഓഫ് ട്രേഡ് മാർക്കിന്റെ പരിഗണനയിലിരിക്കുന്ന ഈ വിഷയത്തിന്റെ നിജസ്ഥിതി അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ആരാണ് ഇതിനു പിറകിൽ? നാളത്തെ പ്രഭാതമാണ് ഇതിന് ഉത്തരം തരിക. അതിനു മുമ്പ് ഈ സംഭവം നടന്ന ദുബായ് മാർക്കറ്റിന്റെ പ്രതികരണമാരായ ഹലോ, ഫോണും കിട്ടുന്നില്ലല്ലോ. കസേരയിൽ നിന്ന് പറഞ്ഞപ്പോ ഒന്ന് താഴെ കിടക്കണം തോന്നി. നല്ല സുഖമുണ്ടല്ലേ? തണുത്ത തറ.